നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലപ്പോഴും UN കൗൺസിലിൽ ഇന്ത്യയും പാകിസ്ഥാനും നേരിട്ട് വാക്പോര് സംഭവിക്കാറുണ്ട്. പല കാര്യങ്ങളല്ല, അനാവശ്യ കാര്യങ്ങളിൽ ഇന്ത്യയുടെ കാര്യത്തിൽ പാകിസ്ഥാൻ അഭിപ്രായം പറയുന്നതും വിമർശിക്കുന്നതും പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അതിനെല്ലാം തന്നെ അതേ സ്പോട്ടിൽ വെച്ച് കൃത്യമായി മറുപടിയും ഇന്ത്യ നൽകാറുണ്ട്. ഇപ്പോഴിതാ വീണ്ടും ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ പാകിസ്ഥാനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഇന്ത്യ രംഗത്ത് വരികയാണ്. ജമ്മു കാശ്മീരിൽ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടക്കുന്നതെന്ന പാക് നിയമമന്ത്രി അസം നസീറിന്റെ ആരോപണത്തിനായിരുന്നു ഇന്ത്യ കൗൺസിലിൽ മറുപടി നൽകിയിരിക്കുന്നത്. സൈന്യം നൽകുന്ന അസത്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് വരുത്തി തീർക്കാനാണ് പാക് നേതൃത്വം ശ്രമിക്കുന്നതെന്ന് ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായ ക്ഷിതിജി ത്യാഗി പറഞ്ഞിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ നിയമമന്ത്രി അസം നസീർ താരാറിന്റെ ആരോപണങ്ങളിലാണ് ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നത്. UNHRCയുടെ 58ാമത് സെക്ഷനിലെ 7ാം യോഗത്തിലായിരുന്നു ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത്. പാകിസ്ഥാനിലെ നേതാക്കളും പ്രതിനിധികളും അവരുടെ സൈനിക ഭീകരർ കൈമാറിയ നുണകൾ പ്രചരിപ്പിക്കുന്നത് ഖേദകരമാണ്. OIC അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ മുഖപത്രമായി ദുരുപയോഗം ചെയ്യുകയാണ് പാകിസ്ഥാൻ. അസ്ഥിരതയിലൂടെ കടന്നുപോകുന്ന രാഷ്ട്രം അവാസ്തവമായ പ്രസ്താവനകൾ നടത്തി UN കൗൺസിലിന്റെ സമയം പാഴാക്കുന്നത് നിർഭാഗ്യകരമാണ്. ജനാധിപത്യത്തിലും പുരോഗതിയിലും ജനങ്ങളുടെ അന്തസ് ഉറപ്പാക്കുന്നതിലുമാണ് ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ മൂല്യങ്ങളാണ് പാകിസ്ഥാൻ പഠിക്കേണ്ടതെന്നും ത്യാഗി ജനീവയിൽ പറഞ്ഞു. ആഭ്യന്തര പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന പാകിസ്ഥാൻ ഇന്ത്യ വിരുദ്ധ വാചാടോപങ്ങൾക്കായി അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമുകൾ ദുരുപയോഗം ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മു കാശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകങ്ങളാണെന്നും ത്യാഗി കൂട്ടിച്ചേർത്തു. മനുഷ്യാവകാശ ലംഘനങ്ങൾ, ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കൽ, ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കൽ എന്നീ നയങ്ങളിലൂടെ സഞ്ചരിക്കുന്ന രാജ്യമെന്ന നിലയിലും UN അംഗീകരിച്ച തീവ്രവാദികളെ ധിക്കാരപൂർവ്വം സംരക്ഷിക്കുന്ന രാജ്യമെന്ന നിലയിലും മറ്റുള്ളവരോട് പ്രസംഗിക്കാനുള്ള യോഗ്യത പാകിസ്ഥാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുമായുള്ള അനാരോഗ്യകരമായ അഭിനിവേശത്തിന് പകരം സ്വന്തം ജനങ്ങൾക്ക് യഥാർത്ഥ ഭരണവും നീതിയും നൽകുന്നതിൽ പാകിസ്ഥാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും നയതന്ത്രജ്ഞൻ ഊന്നി പറഞ്ഞിട്ടുണ്ട്. തീവ്രവാദത്തിനെതിരെ പോരാടുന്നതിൽ ഉറച്ചതും വിട്ടുവീഴ്ചയില്ലാത്തതുമായി തുടരുന്നതിനൊപ്പം ആഗോളതലത്തിൽ മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും സംരക്ഷിക്കുന്നതിലും ഇന്ത്യ എല്ലായ്പ്പോഴും സജീവമായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും തിങ്കളാഴ്ച കൗൺസിലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി S ജയശങ്കറും പറഞ്ഞു. ഏതായാലും വലിയ രീതിയിൽ വിമർശനവുമായി വന്ന പാകിസ്ഥാനെ വാ അടപ്പിച്ചാണ് ഇന്ത്യ പറഞ്ഞുവിട്ടിരിക്കുന്നത്.